പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഓൺലൈനിൽ നിന്ന് PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഗൂഗിളിൽ വന്നതിന് ശേഷം എം പരിവാഹൻ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എം പരിവാഹൻ്റെ സൈറ്റ് ലഭിക്കുന്നതായിരിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് 3 വരകൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓൺലൈൻ സർവീസസ് എന്നുള്ളതിന് താഴ്ഭാഗത്തായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിട്ടും അവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വിൻഡോയിലോട്ടായിരിക്കും കയറി വരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കയറി വരികയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ കേരള എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലൈസൻസ് മെനു എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ വരുന്ന സമയത്ത് അതേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സെർച്ച് റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ലിങ്ക് അതിന് താഴ്ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള വിൻഡോയിലോട്ടാണ് വരുന്നത്. ഇവിടെയായിട്ട് ആദ്യത്തെ ഓപ്ഷനിൽ സെലക്ട് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ ലേണേഴ്സ് ലൈസൻസ് നമ്പറോ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറോ കണ്ടക്ടർ ലൈസൻസ് നമ്പറോ യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് ക്യാപ്ച കോഡ് കൊടുത്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി ലേണേഴ്സ് ലൈസൻസ് നമ്പറാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ ലേണേഴ്സ് ലൈസൻസ് നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ തന്നെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറാണ്. അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ താഴ്ഭാഗത്ത് വരുന്ന ആ കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിൽ നിങ്ങളുടെ നമ്പർ മൊത്തത്തിലുണ്ടാകും. അത് കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ എൻ്റർ ചെയ്തതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അടുത്തതായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ഫോർമാറ്റിൽ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്യാപ്ച കോഡ് ചോദിക്കുന്നതായിരിക്കും. ആ ക്യാപ്ച കോഡ് കൂടി ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ക്യാപ്ച കോഡും എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് താഴ്ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് എന്നുള്ളതിന് താഴ്ഭാഗത്തായിട്ട് ആപ്ലിക്കേഷൻ നമ്പർ ആദ്യം തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഡേറ്റ് ഓഫ് ബർത്ത്, RTO നെയിം, ഫാദേഴ്സ് നെയിം, നിങ്ങളുടെ നെയിം എന്നിവയെല്ലാം കാണാൻ സാധിക്കും. ലേണേഴ്സ് ലൈസൻസ് നമ്പർ അതിഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ അതിന് താഴ്ഭാഗത്തായിട്ടും കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എന്നുള്ളതിന് നേർഭാഗത്തായിട്ടായിരിക്കും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ഉണ്ടാവുക. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഷോ ഫോട്ടോ ആൻഡ് സൈൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയും സിഗ്നേച്ചറും ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എന്നുള്ളതിന് നേർഭാഗത്ത് കാണുന്ന ആ ലൈസൻസ് നമ്പറിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രൂപത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലെല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് നമുക്ക് പ്രിൻ്റ് എടുക്കാം. അതിനായിട്ട് പ്രിൻ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രിൻ്റർ ഉപയോഗിച്ചുകൊണ്ട് PDF ആയിട്ടോ പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചില സമയത്ത് സൈറ്റിൽ ഈ ഇഷ്യൂ വരുന്നുണ്ട്, പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 3 ഡോട്ടുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ഇൻ ക്രോം ബ്രൗസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും 3 ഡോട്ടുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഷെയർ എന്ന് പറയുന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ രൂപത്തിൽ PDF ആയിട്ട് ആ പേജ് ലഭിക്കുന്നതായിരിക്കും. അത് നമുക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. നമുക്ക് എവിടെയാണ് അത് ഡൗൺലോഡ് ചെയ്യേണ്ടത് ആ ഫോൾഡർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് സേവ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രൂപത്തിൽ PDF ആയിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് PDF ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾ ഫയൽ മാനേജറിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നതിൻ്റെ ആ ഫയൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക കറക്റ്റ് അല്ലേ എന്നുള്ളത്. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പേജ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്തുകൊണ്ട് ആ പേജ് മാത്രം ആക്കിയെടുക്കുക. അടിഭാഗത്ത് കുറച്ച് കോഡുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. അത് നമുക്ക് ആവശ്യമില്ല. ആദ്യത്തെ പേജ് മാത്രമാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതാണ് ഡ്രൈവിംഗ് ലൈസൻസ് ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ആ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ആ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.